മാമ എന്ത് പറ്റി? അടുക്കള ചെയ്ത് നോക്ക്. എന്ത് കറിയെ കരിച്ചു വെച്ചേക്കണം. ഏത് നേരത്താണോ ഇവളെ ഏൽപ്പിച്ചിട്ട് പോകാൻ തോന്നിയത്? നോക്ക് മനുഷ്യ. അയ്യോ അമ്മ, ഞാൻ ഒന്നും ചെയ്തില്ല. നീ എങ്ങനെ കൂടിയെന്ന് പോലെ എനിക്ക് അറിയില്ല. നീ തീ കുറച്ചെന്നൊക്കെ നിന്റെ ഉപബോധ മനസ്സിലുണ്ടാവുന്ന ചിന്തയാണ്. ഈ ഫോൺ അഡിഷൻ വരുമ്പോൾ ഇങ്ങനെയാണ്, മൊത്തം ഒരു റിലേഷനായിരിക്കും. കണ്ടത് കണ്ടില്ലാന്നും കേട്ടത് കേട്ടില്ലാന്നും ചെയ്തത് ചെയ്തില്ല എന്നൊക്കെ തോന്നുന്നെങ്കിൽ ഫോൺ കൊടുക്കണ്ടേ? അച്ഛൻ ഞാൻ ഒന്നും ചെയ്തില്ല അച്ഛ, എനിക്കറിയില്ല ഇത് എന്താണ് സംഭവിക്കുന്നത്. മോളെ ഇത് എങ്ങനെ പറ്റിയത്? രാവിലെ തൊട്ട് എന്ത് നീ ഫോൺ നോക്കാതെ ഇത് കറി കരിയോ? റിങ്കി ഫോൺ ലിമിറ്റിൽ യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ. ആ ഫോൺ ഇങ്ങ് താമ. ഫോൺ തരും നീ സ്വപ്നത്തിൽ കണ്ട ഞാൻ തരും. എപ്പോഴാന്നറിയോ ഈ ഫോൺ അഡിക്ഷൻ നിനക്ക് മാറിയെന്ന് വിശ്വാസം വരുമ്പോ. അമ്മ എനിക്ക് അഡിക്ഷൻ ഒന്നും ഇല്ല. പിന്നെ അല്ലാതെ 24 മണിക്കൂർ ഫോൺ നോക്കി നോക്കി ഒരു ബോധം ഇല്ലാതെ. അല്ലല്ല, ഇത് ഇപ്പോഴേ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഫോൺ കൊടുക്കണ്ട. കൊടുക്കണില്ല കേട്ടോ. ഇത് കഷ്ടം. കഷ്ടം. ഇത് മനഃപൂർവ്വം എനിക്ക് ആരോ പണി തരുന്നതാണ്. നിനക്ക് ആര് പണി തരാൻ പോകുന്നു? ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് കള്ളക്കഥ ഉണ്ടാക്കുന്ന. വേണ്ട വേണ്ട, ഫോൺ കിട്ടുന്നില്ല ഇനിയിപ്പോ. അതെ, ഫോണില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഈ യുവതലമുറ ഓരോരോ കാര്യങ്ങളെ ഫോൺ അടിച്ച് ഇങ്ങനെ കൂടി വന്നാൽ എന്ത് ചെയ്യുമല്ലേ? ഫോൺ കൊടുക്കരുത്, ഒരു പാഠം പഠിപ്പിക്കണം. നിന്റെ ഫോൺ എവിടെ? എന്റെ ഫോൺ എന്റെ പോക്കറ്റില്. എടുക്കണേ. അയ്യോ, അത് ഞാൻ ഒന്നും ചെയ്യില്ലല്ലേ അമ്മ. ആരും ചെയ്യണ്ട. അതെ അതെ, ഫോൺ കൊടുക്കണ്ട. അതെന്താ വെച്ചാലേ, ഈ ഫോൺ അഡിക്റ്റ് ആയ യുവതലമുറ ഉണ്ടല്ലോ, അവരെ രക്ഷിക്കാൻ പറ്റും. ഞങ്ങളൊന്ന് നോക്കട്ടെ. എന്തോന്ന് ഭദ്രമായിട്ട് ഞാൻ അലമാരയിൽ സൂക്ഷിച്ചു കേട്ടോ. അതെ, 15 മിനിറ്റ് സമയം തരും. ഉച്ചത്തേക്കുള്ള കറി കരിച്ചില്ലേ? 2 എണ്ണം കൂടെ ചേർന്ന് നല്ലൊരു കറി ഉണ്ടാക്കിയിട്ട് വിളിക്കണം. 15 മിനിറ്റില് യൂട്യൂബ്. അതെ, ഉണ്ടാക്കാൻ നോക്ക്. ചെല്ല് ചെല്ല്. നീ പറഞ്ഞു കേട്ടാ, പോയി കറി ഉണ്ടാക്കി പോയി. നിനക്കിപ്പോ സമാധാനം ആയല്ലോ അല്ലേ? ഏറെക്കുറെ. ആഴ്ച കറി ഉണ്ടാക്കണ്ട.